ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുക, അതുപോലെ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഐറ്റംസ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മളുടെ തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളുടെ ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഡെയിലി നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് കയറി വരുന്ന പുതുതായിട്ട് വരുന്ന ആളുകൾ, ഒത്തിരി ആളുകൾ അറിയാത്തവരായിരിക്കും. അപ്പോൾ ഈ അറിയാത്തവരായിട്ടുള്ളവരും ഒന്ന് ക്ഷമിക്കുക. കാരണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത്, വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാണ്. എന്നെപ്പോലെ ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റിൽ കുറഞ്ഞ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് കൂടുതൽ ക്യാഷ് മുടക്കിയിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്ത് തുടങ്ങാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മെറ്റീരിയൽസ് എടുത്തിട്ട് എല്ലാം വാങ്ങണം, എല്ലാം ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ഒരിക്കലും നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത്. അത് ആരെ കയ്യിൽ നിന്നായാലും, എൻ്റെ കയ്യിൽ നിന്നായാലും ആരെ കയ്യിൽ നിന്നായാലും. കാരണം നിങ്ങളെക്കൊണ്ട് ഏത് വർക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കുക. എന്നതിന് ശേഷം അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഫസ്റ്റിൽ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്ക് റണ്ണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട. കാരണം നമ്മളുടെ വീട്ടിലുള്ള മക്കൾക്കെങ്കിലും യൂസ് ആക്കിക്കൂടെ. ഓക്കെ, നിങ്ങളിത് ഉറച്ചൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ഞാൻ ചെയ്തിരിക്കും, ഇതിൽ നിന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് സ്വയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ബീഡ്സുകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഇതിലുള്ള എല്ലാ ഐറ്റംസിൻ്റെ വീഡിയോ നമ്മളെ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സ്വന്തമായിട്ടാണ് ആ ഒരു ഗോൾഡ് ബീഡ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മളെ തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ഐറ്റംസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഹെയർ ബോട്ടോ. ഒത്തിരി ആളുകൾ, കാരണം ഇതെല്ലാം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചതല്ല, ഇത് എൻ്റെ ഒരു മോഡലിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തു വെച്ചതാണ്. മോഡൽ എന്ന് പറയുമ്പോൾ മറ്റാളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരാൻ പോവുകയാണ്, അതും ഒരു രൂപ പോലും ചിലവില്ലാതെ. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതുപോലെ നമ്മുടെ എ ലെറ്റർ ഇല്ല, ബാക്കി എല്ലാ ലെറ്ററുകളും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്കറിയാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ, അതുപോലെ ഈ ഒരു കാണുന്ന ഹെയർ ബാൻഡ് ഇത്തിരി ടാസ്ക് ഉള്ളൊരു വർക്കും കൂടിയാണ്, എങ്കിലും കൂടിയിട്ട് ഒത്തിരി ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക. ഓക്കെ, എന്ത് ചെയ്തിട്ടും നമുക്ക് സെയിലിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. കാരണം അത് ഒരിക്കലെങ്കിലും നമുക്ക് ഒരു കാലം വരുമോ. അതുകൊണ്ട് ഒന്നും ടെൻഷൻ ആവേണ്ട കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലാണ് കേട്ടോ. അതും ഇതുപോലെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ഇടി പിടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. എത്രത്തോളം ഫിനിഷിംഗ് ആണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ കോസ്റ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെയർ ബോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ഇനിയും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ട്. നമ്മളുടെ മെറ്റീരിയൽസ് ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഒത്തിരി ആളുകൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആളുകളുണ്ട് കേട്ടോ. ബണ്ണിന് വേണ്ടിയിട്ടും എല്ലാ വീഡിയോസിലും ഇത് പറയണമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ എന്താ പറയുക, പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ ഒത്തിരി പാടാണ് ഓരോരുത്തർക്കായിട്ട്.
അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന് ഞാൻ എൻ്റെ ഒഴിവിനനുസരിച്ച് റീപ്ലൈ കൊടുക്കും. പക്ഷെ അങ്ങോട്ട് എനിക്കത് പേഴ്സണലായിട്ട് ഓരോരുത്തർ സെപ്പറേറ്റ് എടുത്തിട്ട് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി ടാസ്ക്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് എല്ലാ വീഡിയോസിലും ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ പേയ്മെൻറ്റ് ചെയ്ത ആളുകളുണ്ട്, അവരോടൊക്കെ കുറച്ച് ഇടയും കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽസ് നമ്മളെ കയ്യിലെത്തിയിട്ടില്ല, ഓൾറെഡി അവിടുന്ന് അവർ റിസീവ്ഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഡെലിവറി ആയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അവിടുന്ന് റിസീവ്ഡ് ആണ്, ഇതുവരെ നമുക്ക് ഡെലിവറി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. പിന്നെ ഒത്തിരി ആളുകൾ പമ്പേഴ്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പമ്പേഴ്സ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇടവേളകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനിയും എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയിക്കാമെന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ച് ഇറക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ടൈറ്റാണ് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പമ്പേഴ്സിലോട്ട് ഇറങ്ങാത്തത്. അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും അതായിട്ട് തിരിച്ചു വരും. ഒത്തിരി ആളുകൾ ഇന്നും ഡെയിലി 2 ആൾ 3 ആളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി, ഓരോ ഇടവിട്ടായിട്ട് പമ്പേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക, നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും പമ്പേഴ്സ് നമ്മൾ ഇറക്കാതിരിക്കില്ല കേട്ടോ. അതുപോലെ വേറെയും മനസ്സിൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അതിനൊക്കെ കുറച്ചൊരു ടൈം നിങ്ങൾ എനിക്ക് തരിക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ലാസ്റ്റിലെ 2 വർക്കും നമ്മുടെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അല്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഹെയർ ബോകളുണ്ട്. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരുപാട് മേക്കിംഗ് വീഡിയോസും അതുപോലെ മെറ്റീരിയൽസ് സെയിലിങ്ങും ആണ് നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ചാനലിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നമ്മൾ ഒരുപാട് ഡിസൈനുകൾ, ഇതിലില്ലാത്ത ഡിസൈനുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ റിക്വസ്റ്റിനനുസരിച്ച് ഓരോ ഫോട്ടോസ് അയച്ചു തരുന്നതിനനുസരിച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. കാരണം നമുക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കിടയിൽ കൂടെ ആവും അതും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഏത് സമയം നമുക്ക് ഈ ഒരു ഫോണുമായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതതുപോലെ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഗിൽറ്റർ ഷീറ്റിൻ്റെ ബോയ് ഉണ്ടല്ലോ, ഇത് ഒത്തിരി ആയിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ട് കേട്ടോ. ഇതിൽ ബാക്കി എല്ലാം സെയിലായിട്ടുണ്ട്. ഇത് ഞാൻ സെയിൽ ചെയ്ത ടൈമിൽ ഞാൻ സെയിലാക്കിയിട്ടുള്ളത് 45 രൂപക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫിനിഷിങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുവരെ ആ ഒരു മെറ്റലിൻ്റെ ഹെയർ ബോയിൽ നിന്ന് അത് ഇളകി പോരുമോ അതിൻ്റെ ഗിൽറ്റർ കൊഴിഞ്ഞു പോരുമോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിൽ ഒരുപാട് കളറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്, വൈറ്റ്, ഒത്തിരി കളറുകൾ പറയാൻ പറ്റാത്തതിലധികം. നമ്മളുടെ ചാനലിൽ നിങ്ങൾ ഫസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു മോഡലുകളൊക്കെ കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ട്, അപ്പോൾ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ഐറ്റംസാണ് നമ്മൾ ഗിൽറ്റർ ഷീറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള എയർബോ പ്ലാസ്റ്റിക്കിൻ്റെ എയർബോയിൽ നമ്മൾ ചുറ്റിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്നൊന്നല്ല, ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മളുടെ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ എന്താ പറയുക, ഈ ഇതിൽ കാണുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളതാണ്. ഓക്കെ, അത് വീണ്ടും ഞാൻ പറയാണ്. കാരണം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ കൂടെ ഇതും സെൻഡ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.